ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ചെറുപയർ ചുരക്ക കുഴിച്ചത്, അതാണ് ഇന്നത്തെ റെസിപ്പി. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ്. മഴക്കാലത്തൊക്കെ തയ്യാറാക്കി കഴിക്കാൻ വളരെ നല്ലതാണ്. രാവിലെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ചോറ് വെട്ടി കൊണ്ടുപോകാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ലതാണ്. പിന്നെ ഇത് കുതിർത്താൻ മറന്നുപോയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ വാഷ് ചെയ്തെടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഞാനിത് കുതിർത്താതെയാണ് വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞതിലേക്ക് ഇടുന്നത്. 1/2 കപ്പ് ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ 1/2 കപ്പ് ചെറുപയറിന് 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം ചേർത്തതിന് ശേഷം കുക്കർ അടച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ വലിപ്പം അനുസരിച്ച് ഇത് വേകുന്ന സമയം വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് അതനുസരിച്ച് വേവിച്ചെടുക്കുക. വെള്ളവും അതനുസരിച്ച് ചേർക്കുക. അധികം വെള്ളം ബാക്കി വരാത്ത രീതിയിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുക്കർ അടച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ചുരക്കയാണ് വേണ്ടത്. ഞാനിത് 500 ഗ്രാം തൂക്കത്തിലുള്ള ഒരു ചുരക്കയാണ് എടുത്തിരിക്കുന്നത്. നല്ല ഇളയ ചുരക്കയായിരിക്കണം കേട്ടോ. ഇതിൻ്റെ പുറംതൊലി ഒന്ന് പതിയെ ചീവി കളയണം. തൊലി ചെത്തിക്കളഞ്ഞാൽ അതിൻ്റെ പോഷക ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് ചീവി എടുത്താൽ മതിയാകും. അതിനുശേഷം ഒരു ഗ്രേറ്ററിലിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ആ ചുരക്ക ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്താണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല പൊടി പൊടിയായി അരിഞ്ഞെടുക്കുകയും ചെയ്യാം കേട്ടോ. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി കുഴിവെള്ളം ഒരു പാനിലേക്ക് വേവിച്ച ചെറുപയർ ഇട്ട് കൊടുക്കാം. ചെറുപയറൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാത്ത രീതിയിലാണ് അത് വെന്ത് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ലതുപോലെ വെന്തിട്ടുമുണ്ട്. ഈ കുക്കറിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തൊന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ചേർക്കാം. ഒട്ടും വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് അല്പം വെള്ളം ചേർക്കുന്നത്. ഇതിലേക്ക് ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചുരക്ക ചേർത്ത് കൊടുക്കാം. ചൂടാകുമ്പോൾ ചുരക്കയിൽ നിന്ന് വെള്ളം ഊർന്നു വരുന്നത് കൊണ്ട് നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. വളരെ പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒരു വെജിറ്റബിളാണ് ചുരക്ക. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷാംശങ്ങളൊക്കെ വാഷ് ഔട്ട് ചെയ്ത് പോകാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ചുരക്ക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ പയറുമായി മിക്സ് ചെയ്യാം. ചെറുപയറും ചുരക്കയും വളരെ ഗുണങ്ങളടങ്ങിയ ഫുഡ് ഐറ്റംസാണ്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു കറി ഉണ്ടാക്കി മഴക്കാലത്തൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലാത്ത സമയത്തും നമുക്ക് കഴിക്കാം. മഴക്കാലത്താണ് ചോറിന് കറി ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ ഒരു കറി തയ്യാറാക്കിയെടുക്കാം. ചെറുപയറും ചുരക്കയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ തേങ്ങയുടെ ഒരു മുറി ചിരണ്ടിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം. തേങ്ങ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ 2 വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മിക്സായി കിട്ടില്ല. അതുപോലെ തന്നെ 4 ചെറുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതും ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാം. നമ്മളിത് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നല്ലതുപോലെ ഇത് മിക്സാകും. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് എരിവിനുള്ള പച്ചമുളകാണ്. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിരിക്കുന്നത്. നല്ല എരിയുള്ള പച്ചമുളകാണ്. അതുകൊണ്ട് 2 എണ്ണമേ എടുത്തിട്ടുള്ളൂ. അത് നമുക്കൊന്ന് ഓടിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനി ഈ അരപ്പിലേക്ക് 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ ഞെട്ട് വേപ്പിലയാണ്. ഇത് ഇതുപോലെ നല്ല ഫ്രഷ് വേപ്പില കിട്ടുമെങ്കിൽ ഇതുപോലെ അടർത്തി ചേർക്കുക. ഫ്രഷ് വേപ്പില നമ്മൾ ഒതുക്കുന്ന കറികളിലൊക്കെ ചേർത്താൽ വളരെ ടേസ്റ്റാണ്. പിന്നെ ഈ അരപ്പിന് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് ഒതുക്കിയെടുക്കാം. പയറും ചുരക്കയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചുരക്കയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചെറുപയറുമായി നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒതുക്കിയെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. കാരണം ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള രീതിയിലുള്ള കറിയാണ്. തേങ്ങ അരച്ച കറി പോലെയല്ല, ലൂസായതല്ല, കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഒതുക്കിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാറിലുള്ളതൊക്കെ നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് വടിച്ച് നന്നായിട്ട് ചേർക്കുക. ഇതിലേക്ക് വെള്ളം ഒട്ടും ചേർക്കരുത്. ഒത്തിരി ഡ്രൈ ആണെങ്കിൽ മാത്രം ജാറ് ചുറ്റിച്ച് അല്പം വെള്ളം ചേർക്കാം കേട്ടോ. ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഒതുക്കിയ തേങ്ങാരപ്പെല്ലാം ജാറിൽ നിന്ന് നന്നായിട്ട് വടിച്ചതിലേക്ക് ചേർത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഈ പയറും ചുരക്കയും കൂടി ഇതിൻ്റെ പുറത്തേക്കൊന്ന് കോരിയിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഒതുക്കിയ അരപ്പൊക്കെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് മൂടി കൊണ്ട് മൂടിയിട്ട് ഒരു 3 മിനിറ്റ് നമുക്ക് ഒന്ന് ചൂടാക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് വറവ് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു വറവ് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. ഒരു 8-10 ഉലുവയും കൂടി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. തേങ്ങ അരച്ച കറികളിലൊക്കെ ഉലുവ അല്പം പൊട്ടിച്ചാൽ നല്ല ടേസ്റ്റും സ്മെല്ലും ആയിരിക്കും. അത് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ 8-10 ചെറുള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിയുടെ നിറമൊക്കെ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് മുറിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഇപ്പോൾ കാച്ചി ഒഴിക്കാനുള്ള വറവ് റെഡിയായിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇനി ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വരും. ഇനി നമ്മൾ അരപ്പ് ചേർത്ത കറി ഒന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പ് എല്ലായിടത്തും അകത്തൊക്കെ ഇതുമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ ഒതുക്കിയതുമായി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വറവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് കുഴച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ല കുഴഞ്ഞ രൂപത്തിലാണ് ഈ കറി ഇരിക്കുന്നത്. നമ്മൾ തേങ്ങ അരച്ച കറിയൊക്കെ ആണെങ്കിൽ കുറച്ച് ലൂസായിരിക്കും. അതുപോലെ തേങ്ങ ഒതുക്കിയ കറികളാണെങ്കിൽ, തോരൻ പോലത്തൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് വിട്ട് കിടക്കുന്ന രീതിയിലായിരിക്കും. ഈ കറി വളരെ ടേസ്റ്റാണ്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ സൂപ്പറായിട്ടുള്ള ഒരു കറിയാണിത്. നല്ല ടേസ്റ്റുമാണ്. രാവിലെ കഞ്ഞിക്ക് കഴിക്കാൻ നല്ലതാണ്. പിന്നെ ചോറിനും ചപ്പാത്തിക്കും വളരെ നല്ലതാണ്. ഇതുപോലെ തയ്യാറാക്കി വെച്ചാൽ 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഞാനിതിപ്പോൾ 2 ദിവസം കഴിഞ്ഞെടുത്തിട്ടും കുഴപ്പമില്ലാതെ നല്ല ടേസ്റ്റായിട്ട് തന്നെയാണ് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചോറ് കെട്ടി ഓഫീസിലൊക്കെ കൊണ്ടുപോകാനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.